ഇപ്പോൾ നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ബോളിവുഡ് താരം ഷെഫാലി ജരിവാലയുടെ പെട്ടെന്നുള്ള മരണം പുതിയ ആശങ്കയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. വാർദ്ധക്യത്തിനെതിരായുള്ള ആന്റി ഏജിംഗ് മരുന്നുകളാണോ ഷെഫാലിയുടെ മരണകാരണം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ സാഹചര്യത്തിൽ ഗ്ലൂട്ടാത്തയോൺ അടക്കമുള്ള അത്തരം ചികിത്സകൾ അപകടകരമാണോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ന്യൂസ് 3-യിൽ സംസാരിക്കുന്നത്. നമുക്കൊപ്പം കൊച്ചി അമൃത ആശുപത്രിയിലെ ചർമ്മരോഗ വിദഗ്ധ ഡോക്ടർ സൗമ്യ ജഗദീശൻ ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ന്യൂസ് 3-യിലേക്ക്. ഹലോ. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു. ഷെഫാലിയുടെ മരണത്തിന് ശേഷം 41 വയസ്സുള്ള ഒരാൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്ന് പറയുന്നു. അതിനെ തുടർന്ന് വാർത്തകൾ വരുന്നു ഷെഫാലി ഇത്തരത്തിലുള്ള ചികിത്സകൾ എടുത്തിരുന്നു എന്നും അന്ന് ഫാസ്റ്റിങ്ങിലായിരുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇതുവരെയും അതിന് കൺഫേം ആയിട്ടുള്ള ഒരു കാരണം വ്യക്തമായിട്ടില്ല. അപ്പോഴും ഈ ഗ്ലൂട്ടാത്തയോൺ അടക്കമുള്ള ചികിത്സകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ഒരു ആമുഖം എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ എൻ്റെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തട്ടെ. കാരണം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് മരണപ്പെട്ടത്. അകാലത്തിൽ മരണപ്പെട്ടത്. അപ്പൊ അതിലാദ്യം തന്നെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തട്ടെ. പറഞ്ഞതുപോലെ അവരുടെ മരണത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. അപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമെല്ലാം ആയിട്ട് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം അവർ മരണപ്പെട്ടത്. ഇപ്പോഴും എന്താ പറയാ, കുറെ നമ്മള് കൂടുതൽ ഊഹാപോഹങ്ങളുള്ള രീതിയിലാണ് മരണകാരണത്തെ കുറിച്ച് പറയുന്നതാണ് എന്റെ ഇതുവരെയുള്ള അറിവ്. പ്ലീസ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. പക്ഷെ ഇപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അവരുടെ സമയത്ത് മെഡിക്കൽ സ്ക്രൂട്ടിനിയിൽ അവർ ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ ഉണ്ടായതായി, പ്രത്യേകിച്ചും സ്കിൻ ലൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലൂട്ടാത്തയോൺ മുതലായിട്ടുള്ള മരുന്നുകൾ ഉണ്ടായതായി നമ്മുടെ അറിവിൽപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സ്കിൻ ലൈറ്റനിങ്ങോ അല്ലെങ്കിൽ ആന്റി ഏജിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൽ പെടുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നത്. അല്ലാതെ ഈ മരണവുമായിട്ട് ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ, അതിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് വന്നാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് അത്തരത്തിലൊരു സംശയമുള്ളത് കൊണ്ടാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ മരണം ഇതുകൊണ്ടാണോ എന്നതിലൊക്കെയുള്ള കൺഫർമേഷൻ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണൊക്കെ എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ മുൻപ് സിനിമാ താരങ്ങളോ സെലിബ്രിറ്റികളോ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ചികിത്സയിൽ നിന്നും ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണല്ലോ. എന്താണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. അതും കൂടി പറയണം. ഈ ഒരു വിഷയം ഒരുപക്ഷെ ഇത് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമെങ്കിൽ ഇറ്റ് ബി ഗുഡ്. ബിക്കോസ് ഇപ്പൊ ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിലും ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, ഇങ്ങോട്ട് ചോദിച്ച് ഗ്ലൂട്ടാത്തയോൺ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. ഇതിന് സോഷ്യൽ മീഡിയയുടെയും മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ പ്രഭാവത്തിന് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് എടുക്കുന്നു എന്നുള്ള ഒരു അറിവിന്റെ പുറത്താണ് പലരും ഇത് വരുന്നത്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രോബ്ലം ഞങ്ങൾ സൈക്കോളജിയിൽ പറയും, ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്ട് എന്നൊക്കെ പറയും, ഒരു കോഗ്നിറ്റീവ് ബയസ് ആണ്. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ അറിഞ്ഞു എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. നമ്മൾ ചെറിയ അറിവ് വരുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂട്ടും. അപ്പൊ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഓൺലി ഇഫ് യു ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ സബ്ജക്ട് നമുക്ക് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, എന്താണ് അതിന്റെ കോംപ്ലക്സിറ്റീസ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഗ്ലൂട്ടാത്തയോൺ കഴിക്കൂ, അത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്ന പലരിലും അതിനെക്കുറിച്ച് ഗ്ലൂട്ടാത്തയോൺ മാത്രം ജീവിതത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതോ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരോ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ഇൻഫർമേഷൻ ഉള്ളവരോ അല്ല. അവർ കൂടുതലും ഒരു റീലായിട്ട് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പറയുന്നു, അടുത്ത റീലിൽ മറ്റൊരു സംഭവത്തെ കുറിച്ച് പറയുന്നു. അവരുടെ എക്സ്പെർട്ടീസ് കിടക്കുന്നത് അതിന്റെ പ്രസന്റേഷൻ സ്കിൽസിലാണ്, അല്ലെങ്കിൽ അവരുടെ ഉപയോഗം അവരുടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു കേട്ടറിവിലും മാത്രമാണ്. അല്ലാതെ അവരുടെ ദശലക്ഷം ഫോളോവേഴ്സിന് ഇതിന്റെ എന്താണ് ഫീഡ്ബാക്ക് എന്നോ ആ ഗ്ലൂട്ടാത്തയോണിന്റെ മാത്രം ഒരു എന്താ പറയാ, എന്താണ് അതിൽ സംഭവിക്കുന്നത് അവർ ആഴത്തിൽ അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര കോൺഫിഡൻസോട് കൂടി ഒരു വ്യക്തി ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നോ
ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും അവരുടെ അതിലുള്ള അറിവ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അല്ലാതെ നമ്മളിപ്പോ പറയുമ്പോൾ, അതായത് ഒരു ഡെപ്തിൽ നമുക്ക് അറിയുന്തോറും നമുക്ക് കോൺഫിഡൻസ് കുറയുക ചെയ്യുക. കാരണം നമുക്ക് അതിന്റെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാവും, ഇതിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് മനസ്സിലാവും, ഇതിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, പല പല അപകടങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. സോറി, ആ ടോപ്പിക് എന്നോടുള്ള ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് ഗ്ലൂട്ടത്തിയോൺ എന്താണെന്നുള്ളത്. പക്ഷെ ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് എനിക്കത് പറയാൻ സാധിക്കുക, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഗ്ലൂട്ടത്തിയോൺ ബേസിക്കലി ഒരു അമിനോ ആസിഡ്സ്, 3 അമിനോ ആസിഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അത് നമ്മള് സത്യം പറഞ്ഞാൽ ആകെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഈ നമ്മൾ ചില കീമോതെറപ്പി മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിന്റെ സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു കീമോതെറപ്പി ഡ്രഗ് ഉണ്ട്. അതിന്റെ ടോക്സിറ്റി കുറയ്ക്കാനായിട്ടാണ് അതിന്റെ ഏക അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ. അതുകൂടാതെ നമ്മൾ പാർക്കിൻസോണിസം, ലിവർ ഡിസീസ്, പാരസ്റ്റമോൾ ടോക്സിൻ, അങ്ങനെ പല കണ്ടീഷൻസിലും നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ ഗ്ലൂട്ടത്തിയോൺ പലപ്പോഴും മെഡിക്കൽ ഇൻഡിക്കേഷൻസിന് വേണ്ടി കൊടുക്കാറുണ്ട്. അത് അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന പരിധിയിൽ വരുന്നതല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഗ്ലൂട്ടത്തിയോണിനെ കൂടുതൽ അറിയുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും പല ഇരുണ്ട ടോണുകൾ കൂടുതൽ കോമൺ ആയതുകൊണ്ട് എല്ലാവരും ഗ്ലൂട്ടത്തിയോണിന്റെ പുറകെ ഓടുന്നത് ഇത് സ്കിന്നിൽ നമ്മുടെ പിഗ്മെന്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ്. ഞാൻ അതിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ കൂടുതൽ തിയറി ഡീറ്റെയിൽസിലേക്ക് പോകണമോ? തീർച്ചയായിട്ടും പോകണം ഡോക്ടർ. എന്തൊക്കെയാണ് ഇത്, എങ്ങനെയാണ് ദോഷകരമാകുന്നത് എന്നൊക്കെ അറിയണം. വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഈ ഗ്ലൂട്ടത്തിയോൺ 2-3 രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടാണ്, പിന്നെ IV ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്, പിന്നെ നമ്മൾ ഈ നാവിനടിയിൽ വെക്കുന്ന ലൊസീഞ്ചസ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഗ്ലൂട്ടത്തിയോൺ വെളുപ്പിക്കുന്നത് എങ്ങനെ, അതാദ്യം നമുക്ക് പരിശോധിക്കാം. 2-3 ആക്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ നമ്മുടെ സെൽസിന്റെ, നമ്മുടെ കോശങ്ങളുടെ എനർജി പവർ ഹൗസ് ആണ് ഈ ഗ്ലൂട്ടത്തിയോൺ. അപ്പൊ അങ്ങനെ അതിനൊരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡന്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാവും എന്നറിയില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട്, സ്ട്രെസ്സുകൾ കൊണ്ടും മറ്റുമൊക്കെ ഡാമേജ് വരുന്നത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ നമ്മുടെ ഏജിങ്ങിലും ഡാമേജ് വരുത്തുന്നതിലും ഒക്കെ വളരെയധികം ഒരു വലിയ പങ്ക് വഹിക്കുന്നു. അപ്പൊ ഈ ഓക്സിഡന്റ് ആക്ഷനെ, ഈ ഓക്സിഡേഷനെ, ഈ ഓക്സിജൻ സ്പീഷീസ് മൂലമുള്ള ഡാമേജിനെ ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗ്ലൂട്ടത്തിയോൺ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇവിടെ ഗ്ലൂട്ടത്തിയോൺ ഇസ് എ ഗുഡ് ഗൈഡ്. ഓക്സിഡന്റ് റിയാക്റ്റീവ് ROS ഇൻഡ്യൂസ് ഡാമേജ് എന്നൊക്കെ പറയുന്നതിനെ ഈ ഗ്ലൂട്ടത്തിയോൺ ഒരു പരിധി വരെ അത് നിയന്ത്രിക്കുന്നു. അപ്പൊ അങ്ങനെ അതിനൊരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്, അതിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, അത് നമ്മുടെ തൊലി, നമ്മുടെ ചർമ്മം എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സ്കിൻ, ഇന്ത്യൻ സ്കിൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്കിൻ, അങ്ങനെ കുറച്ച് നിറം കൂടുതൽ കറുപ്പ് രാശികളുള്ള നിറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മെലനിൻ എന്ന് പറയുന്ന മെലനിൻ, നമ്മുടെ ചർമ്മത്തിന്റെ പിഗ്മെന്റിന്റെ പേരാണ് മെലനിൻ. ഈ മെലനിൻ ആണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി വെളുത്ത വർഗ്ഗങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി യൂറോപ്യൻ അങ്ങനത്തെ സ്കിൻ ടോൺസിൽ മെലനിൻ എന്ന് പറയുന്ന മെലനാണ് അവരൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട്, അവരുടെ കളർ കുറച്ചും കൂടി ഫെയർ ആയിട്ടും നമ്മൾ കുറച്ചും കൂടി ഡാർക്കർ സ്കിൻ ടോൺസുമായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഗ്ലൂട്ടത്തിയോൺ നമ്മൾ ഹൈ ഡോസിൽ കൊടുക്കുമ്പോൾ അതിൽ പഠനങ്ങൾ എവിഡൻഷ്യലായിട്ടുണ്ട്, അതായത് ഈ മെലനിനെ മെലനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യത്തിൽ എല്ലാവരിലും അങ്ങനെ വന്നുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു മരുന്ന് ഉള്ളിലേക്ക് എടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെറ്റബോളിസം ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് എന്ത് ലെവൽസിലാണ് നമ്മുടെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ പറ്റുക, എന്തൊക്കെ കോഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഇതിന് ഈ പറഞ്ഞ എഫക്റ്റ് വരിക, എപ്പോഴാണ് ഈ സ്വിച്ച് വരിക എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും ഈ നമ്മൾ ഓറലി ചിലപ്പോൾ കഴിക്കുന്നതിന് അബ്സോർപ്ഷൻ കുറവായിരിക്കും. IV എടുത്താൽ പോലും നമ്മുടെ ലിവറിനോ കിഡ്നിക്കോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ആ മെറ്റബോളിസത്തിനെ സ്വിച്ച് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ്നിങ് എഫക്റ്റിന്റെ കേസിൽ ഇത് വൈഡ്ലി യൂസ്ഡ് ആണെങ്കിലും ചിലർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും എവിഡൻസ് വളരെ കുറവാണ്. എല്ലാവരിലും ഇതുപോലുള്ള ബെനിഫിറ്റ്സ് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ഗ്ലൂട്ടത്തിയോൺ വളരെ ഒരു ടോക്സിക് ഡ്രഗ് ആയിട്ടൊന്നും നമുക്ക് ഇതുവരെ അറിവിലില്ല. ഗ്ലൂട്ടത്തിയോൺ കാരണം മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട്സ് വളരെ കുറവാണ്. ഗ്ലൂട്ടത്തിയോണിന്റെ അപകടങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതലും അതിന്റെ പ്രശ്നം വരുന്നത് അതിന്റെ അൺസോളിസിറ്റഡ് യൂസ് ആണ്. അതായത് വെളുക്കാൻ വേണ്ടി ഇപ്പൊ ഫിലിപ്പീൻസിലൊക്കെ അഡ്വൈസറി വന്നിരുന്നു, അത് എല്ലാവരും കൂടി ഉപയോഗിക്കുമ്പോൾ, പെർട്ടിക്കുലർലി IV ഡ്രിപ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇൻട്രവീനസ് IV എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രക്തത്തിൽ സൂചി കുത്തി ഡ്രിപ്പ് കയറ്റില്ലേ, ആ ഡ്രിപ്പായിട്ട് നമ്മൾ കയറ്റുമ്പോൾ പല ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, അതിൽ കണ്ടാമിനൻസ് കലർന്നിരിക്കാനുള്ള സാധ്യത. ഈ ഗ്ലൂട്ടത്തിയോൺ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലാതെ അതിൽ ഇപ്പൊ അറിയാലോ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ പ്രശ്നം കൊണ്ട് നമ്മുടെ ലിവറിനും കിഡ്നിക്കും ഒക്കെ പ്രശ്നം വരാനുള്ള, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഡോസും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പ്രിപ്പറേഷൻസും ഒക്കെ വന്നാൽ അങ്ങനെയുള്ള ഒരു ഡാമേജ്, അതിനോട് അലർജിക് റിയാക്ഷൻസ് വരാനുള്ള സാധ്യത,
പിന്നെ നമുക്ക് പലർക്കും ഇത് കഴിക്കുമ്പോൾ വയറിന് ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൈഡ് എഫക്ട്സ് അല്ലാതെ ഗ്ലൂട്ടത്തിയോൺ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മരുന്നായിട്ടും നമ്മൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ 8 വർഷമായിട്ട് ഇപ്പം നമ്മൾ ഷെഫാലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിരന്തരം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് അത് ഡോക്ടർ പറഞ്ഞതുപോലെ അത് ഗൗരവമുള്ള വിഷയം തന്നെയല്ലേ? ഇപ്പോൾ ഒന്ന്, ഇത് ആരാണ് ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ മരുന്ന് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് ഡോക്ടർ ചെറുതായി ഒന്ന് പറഞ്ഞു പോയെങ്കിലും കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയൊക്കെ ഈ ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് നമ്മൾ സ്ഥിരം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടും എവിടെയാണിത് തുടങ്ങേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിലേക്കാണ് സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും ഒരു വെളിച്ചം വീശേണ്ടത്. അങ്ങനെ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എന്ത് മരുന്നുകൾ കഴിക്കുമ്പോഴും അത് നമ്മൾക്ക് ആവശ്യമാണ് എന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കരുത്. എല്ലാം കെമിക്കൽസ് ആണ് അൾട്ടിമേറ്റ്ലി, ഹെർബൽ സപ്ലിമെന്റ്സും ഫോർ ദാറ്റ് മാറ്റർ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കണ്ട് ആ ഒപ്പീനിയൻ അനുസരിച്ച് മാത്രം വേണം നമ്മൾ എടുക്കാൻ. അല്ലാതെ ഇപ്പൊ മരുന്നുകളെല്ലാം ഗുണമുള്ളതാണ്. ഇപ്പൊ എന്ത് മരുന്നും നമുക്ക് ആവശ്യത്തിന് മനുഷ്യരാശിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് ക്രിയേഷൻ ജോലിയായിട്ട് വെച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ അവർ ഒരാൾ കഴിച്ചു, അവർ 2-3 പേർക്ക് കഴിച്ചു കണ്ടു, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നു, ഇതുകൊണ്ട് മാത്രം നമ്മളത് അല്ലെങ്കിൽ അവർക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോ സിസ്റ്റം സത്യം പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ആൻഡ് അതിനെക്കുറിച്ച് കാരണം നമുക്ക് ഇത്തിരി കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അറിയാം. ഇപ്പൊ നമ്മൾ യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. ഡെർമറ്റോളജി, സൗന്ദര്യവർദ്ധക, കോസ്മെറ്റോളജി, എസ്തെറ്റിക്സ്, ഈ മേഖല വളരെ അൺറെഗുലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ 5 കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മൊത്തം മാറും. ഈ 5 കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ സ്കിൻ വളരെയധികം വെളുക്കും. ഈ 3 കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് ഒരു അസുഖം. ഇങ്ങനെയുള്ള ക്ലിക്ക് ബേറ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഇത്തിരി കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അറിയാം. ഈ ഒരു നിറം എന്നുള്ള വിഷയം, ആന്റി ഏജിങ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് എന്നുള്ള വിഷയം, ഇറ്റ് ഇസ് സോ കോംപ്ലെക്സ്. അതിൽ എത്രയോ ന്യൂവാൻസസ് ഉണ്ട്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള. അപ്പൊ അതെല്ലാം നമുക്ക് ഈ 3-ലോ 5-ലോ 30 സെക്കൻഡ് റീലിലോ ഒതുക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള വിശകലനം വേണം. നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് ഉപയോഗിക്കണം. പലതും ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഇത്തിരി കോമൺ സെൻസ് ഉപയോഗിക്കുകയും 8 വർഷമായിട്ട് ഒരു മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ആവശ്യമുണ്ടോ എന്ന് എക്സ്പേർട്സിനെ കണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ആ മേഖലയിൽ വളരെയധികം പരിശീലനം കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണണം എന്നാണ് ആദ്യത്തെ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തെ കാര്യം, ഈ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലൊരു ഫോമോ ക്രിയേറ്റ് ചെയ്യാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇപ്പൊ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ തന്നെ വരണം, ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്നു, നമ്മൾ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ കഴിക്കേണ്ടതാണ് എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ ഇതൊക്കെ $1 ബില്യൺ ഇൻഡസ്ട്രീസ് ആണ്. സ്കിൻ കെയർ ആയിക്കോട്ടെ, ആന്റി ഏജിങ് മാർക്കറ്റ്സ് ആയിക്കോട്ടെ. അപ്പൊ അവിടെയെല്ലാം അൺലെസ് വി ആർ വെരി കെയർഫുൾ, എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടാത്തത് എന്ന് വളരെ വ്യക്തതയോടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അൺനെസസറി ആയിട്ട് ഹാം വരാനുള്ള സാധ്യത ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതെ, നമ്മുടെ സമയമില്ലായ്മയെ അവര് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീക്ക്നെസ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പുറകെ പോകാറുണ്ട്. ഒരു ഡോക്ടറെ കാണുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ എല്ലാം കിട്ടുന്ന സ്ഥിതിക്ക്, ഗൂഗിളിലെല്ലാം കിട്ടുന്ന സ്ഥിതിക്ക്. ഡോക്ടർ, മറ്റ് കോസ്മെറ്റിക് ചികിത്സകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും, ഭൂരിപക്ഷ ആളുകളുടെ മനസ്സിലല്ലേ, സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പ് നിറമാണ് മനസ്സിലേക്ക് വരിക. അതല്ലല്ലോ ഡോക്ടർ, അത് മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറെ ക്യാമ്പയിൻസ് ഞങ്ങളുടെ സംഘടന, അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റ്, വെനേറിയോളജിസ്റ്റ് ആൻഡ് ലെപ്രോളജിസ്റ്റ്, ഞങ്ങളുടെ ഇന്ത്യൻ ഡെർമറ്റോളജിസ്റ്റുകളുടെ, സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘടനയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ് കൊണ്ടുവരാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആഴത്തിൽ വേര് ഊന്നിപ്പോയ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ചിലപ്പോൾ ഒരു റെമനൻസ് ആയിരിക്കാം. അതായത് ഇങ്ങനെ നമ്മൾ വെളുപ്പാണ് ഡിസൈറബിൾ എന്നുള്ളത്. ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊരു ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ മുമ്പിലെ പേഷ്യന്റ് വരുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പക്ഷേ സോഷ്യലി ആണ്, അതായത് പബ്ലിക്കിലാണ് ആ നെറേറ്റീവ് ബിൽഡ് ചെയ്യുക. അത് ഒരു പരിധി വരെ വരുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സിൽ ഞങ്ങൾ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അത് വെളുപ്പല്ല, എല്ലാം ഹെൽത്തി സ്കിന്നിലാണ് കാര്യം, നമ്മുടെ ഓവറോൾ ഹെൽത്തിലാണ് കാര്യം.
അല്ലാതെ വെളുപ്പ് എന്നുള്ള സൗന്ദര്യ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ഒരു വസ്തുത ഒരു പബ്ലിക് നെറേറ്റീവിൽ പല കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അത് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. അതിനുള്ള കോൺവെർസേഷൻസ് ഉരുത്തിരിയേണ്ടതുണ്ട്. അത് ഒരു വലിയ പരിധി വരെ നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഐ എം ഹാപ്പി ദാറ്റ് കുറച്ചെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, പെർട്ടിക്കുലർലി ഇപ്പൊ എൻ്റെ അടുത്ത് കുട്ടികൾ വരുമ്പോൾ കുട്ടികളെക്കാട്ടിലും കൂടുതൽ പലപ്പോഴും അമ്മയ്ക്കാണ് കുട്ടി വെളുക്കണം എന്നുള്ള ആഗ്രഹം. പെൺകുട്ടികളെ കൊണ്ട് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി അവെയർ ആയിട്ട് വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്, വിച്ച് ഇസ് വെരി, അത് നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഈ ഗ്ലൂട്ടത്തയോണിന് പുറമെ ഡോക്ടർ, നമ്മളെപ്പോഴും ഈ ചർമ്മത്തെക്കുറിച്ചും സ്കിൻ ടോണിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സെലിബ്രിറ്റികൾ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക, ഒരു ഐക്കണായി മോഡലായിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ചർച്ച വന്നിരിക്കുന്നത് കരീനയും ആലിയയും ഒക്കെ തമ്മിലൊരു ചർച്ച വന്നിരിക്കുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡോക്ടർ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്? ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ പറയാം. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും ഒരു ബേസിക് ഹ്യൂമൻ നീഡാണ് ടു ലുക്ക് ഗുഡ്. എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോ ലുക്സിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ അവിടെ ഒരു ബാലൻസ് ആണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നമ്മളുടേതായിരിക്കണം, അത് മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത്. അത് പറഞ്ഞുകൊണ്ട് ബൊട്ടോക്സിലേക്ക് വരാം. ആന്റി ഏജിങ്ങിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബോട്ടോക്സ്. ബോട്ടോക്സ് ഇസ് ഫോർ ബോട്ടുലിനം ടോക്സിൻ. അത് സത്യം പറഞ്ഞാൽ ഒരു പഴയ ഒരു ബാക്ടീരിയ ഉണ്ട്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു എൻസൈമാറ്റിക് എടുക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഫേഷ്യൽ മസിൽസിലാണ് കൂടുതലും കുത്തിവെക്കുക. അപ്പൊ നമ്മൾ പ്രായം ചെല്ലുന്തോറും ഈ മസിൽസ് നമ്മൾ ഓവർ ആക്റ്റീവ് ആയിട്ട് അവിടെ ചുളിവുകൾ രൂപപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ബോട്ടോക്സ് കുത്തിവെക്കുന്നത് വഴി മസിൽസിനെ പാരലൈസ് ചെയ്യാണ്. അപ്പൊ മസിൽസിനെ പാരലൈസ് ചെയ്യുമ്പോൾ അതുമൂലമുള്ള ആ ചുളിവുകളും മറ്റു കാര്യങ്ങളും കുറയുന്നു. ഇതുകൂടാതെ ഫില്ലേഴ്സ് ഉണ്ട്. ഫില്ലേഴ്സ് മീൻസ് നമ്മുടെ ഫേഷ്യൽ കോൺടൂറിങ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇവിടെ തൂങ്ങി വരും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് ഹോളോസ് ഉണ്ട്, ഡിപ്രഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ലൈൻസ് ഉണ്ട്, ഇവിടെ നമ്മൾ കുറച്ച് പ്രായവും ഇവിടെയൊക്കെ കുറച്ച് ഒരു ലൈൻ പോലെയൊക്കെ വരും. അവിടെയൊക്കെ ഈ ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എല്ലാം ഇപ്പോ വളരെയധികം പ്രചാരത്തിലുള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതുമാണ്. അപ്പൊ ഇതിനെ ഞാൻ ഒരിക്കലും അത് തള്ളി പറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി സ്കിന്നും ഒരു കോംപ്ലക്ഷനും എല്ലാം മനുഷ്യരുടെ ഒരു ഇതിൽ പെട്ടതാണ്. പക്ഷെ അവിടെ ഏത് വരെ പോണം, നമുക്ക് എന്താണ് ആവശ്യം. ഇപ്പൊ ബൊട്ടോക്സ് തന്നെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരി വോട്ട് യൂസ് ചെയ്യും, നമ്മള് എക്സ്പ്രഷൻലെസ് ആയി പോകും, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അപ്പൊ അതിന് പൈസ നഷ്ടം. അതുകൂടാതെ നമ്മൾ ഈ പൈസ ചെലവഴിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മര്യാദയ്ക്കല്ല. പെർട്ടിക്കുലർലി ഇതിപ്പം ചെയ്യുന്നത് ആരാണെന്നുള്ളത് ഡോക്ടർ, ഒരു സംശയം, ബോട്ടോക്സ് എന്ന് പറയുന്നതാണ് ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സെയിം ആണ്? ബോട്ടോക്സ് ചുളിവുകൾ നികത്തുന്ന ഇഞ്ചക്ഷൻസ് ആണ്. പെർട്ടിക്കുലർലി നമ്മുടെ ഫോർഹെഡിലെ ക്രീസസ് ഇല്ലേ, അത് ഈ ഐലിഡിന്റെ ഇവിടുത്തെ ക്രീസസ്, ഇവിടുത്തെ ചുളിവുകള്, ഇവിടുത്തെ ഇതൊക്കെ നികത്തുന്ന ഇഞ്ചക്ഷൻസ് ആണ് ബോട്ടോക്സ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്ര യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അത് എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് ഒരു 6 months to 1 year വരെ നിൽക്കുകയുള്ളൂ. യു ഹാവ് ടു കീപ് ഇറ്റ് റിപ്പീറ്റഡ്. ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സർജിക്കലിയും ചെയ്യും, നോൺ സർജിക്കലിയും. സർജിക്കൽ മീൻസ് നമ്മൾ അത് പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫില്ലേഴ്സും നമുക്ക് നോൺ സർജിക്കലി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് ഇവിടെ വെക്കും, ഇവിടേക്ക് ഒരു ലിഫ്റ്റ് കിട്ടും. അതുപോലെ ഈ നേസോലേബിയൽ ഫോൾഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രീസുകൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ചുളിവുകൾ നമ്മുടെ ലിഫ്റ്റിംഗ് എഫക്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ബോട്ടോക്സ് ഫില്ലേഴ്സ് മാത്രമല്ല, ലേസേഴ്സ് ഉണ്ട്, മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി ഡിവൈസസ് ഉണ്ട്, കൊളാജൻ ബിൽഡ് ചെയ്യും. നമുക്ക് പ്രായമാകുമ്പോൾ കൊളാജൻ നഷ്ടപ്പെടും. അപ്പൊ അതിനൊന്നും ഞാൻ എതിരല്ല, ഞങ്ങൾ വളരെയധികം ചെയ്യുന്നതുമാണ്. കാരണം നമ്മൾ അതിനെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ടു ലുക്ക് ഗുഡ്, ടു ബി പ്രസന്റബിൾ എന്നുള്ളത് ഒരാളുടെ വളരെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് കാട് കയറി പോകുമ്പോഴും അവിടെ എവിഡൻസ് ഇല്ലാത്ത ട്രീറ്റ്മെന്റുകൾ വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോഴും പിന്നെ ഉപയോഗിക്കുന്നവര് ക്വാളിഫൈഡ് അല്ലാതെ, ഇപ്പൊ ബോട്ടോക്സ് ഫില്ലേഴ്സ് തന്നെ ഇപ്പൊ എസ്തറ്റിഷ്യൻ, കോസ്മെറ്റോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഡോക്ടേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ ആരും ഡിഗ്രി ചോദിക്കാറില്ലല്ലോ. പിന്നെ ഡെർമറ്റോളജി വേണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതും പലരും പല രീതിയിലുള്ള പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും. ചിലപ്പം ബ്യൂട്ടി തെറപ്പിസ്റ്റുകൾ അവരവരെ തന്നെ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ ഏരിയയിൽ ഭയങ്കര വേഗാണ്. ഈ പരിചയമില്ലാത്തവരൊക്കെ ഇഞ്ചക്ഷൻസ് ഒക്കെ വെച്ചാൽ ഇതിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇത് കൊടുക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഇപ്പൊ ഒരു മരുന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ അത് എല്ലാവർക്കും പ്രിസ്ക്രൈബ് ചെയ്യാൻ ഏതൊരു മനുഷ്യനും പറ്റും. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കുത്തുന്ന ടെക്നിക്ക് പഠിച്ചാൽ അത് മെനി ഓഫ് us can do it. പ്രശ്നം വരുന്നത് ഇത് ആർക്ക് കൊടുക്കണം,
എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇതിന്റെ ഫിസിയോളജി എന്താണ്, നമ്മുടെ ഫേഷ്യൽ അനാറ്റമി എന്താണ്, മസിൽ സ്ട്രക്ചർ എന്താണ്, ഇതൊരു കോംപ്ലിക്കേഷൻ. ഇപ്പൊ ഫില്ലർ വെച്ചിട്ട് നമ്മൾ അടിയിൽ ഒരു ആർട്ടറിയിൽ പോയാൽ ബ്ലൈൻഡ്നെസ് വരെ വരാം. കാരണം അത് ഫില്ലർ പോയിട്ട് നമ്മുടെ കണ്ണിലേക്ക് രക്തക്കുഴലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടറി ബ്ലോക്ക് ഒക്കെ ചെയ്യാം. ഇതാണ് റെയർ ആയിട്ടുള്ള അതൊന്നും സാധാരണ വരില്ല. പക്ഷെ എന്നിരുന്നാലും അത് ആർക്ക് എങ്ങനെ എപ്പോ സംശയിക്കണം, ഇത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ വർഷങ്ങളുടെ അടിത്തറ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ദിവസം 2 കുത്തു കുത്താൻ പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇതിന് ഇറങ്ങി പുറപ്പെടുമ്പോ ദ പേഴ്സൺ ഹൂ ഇസ് കൺസ്യൂമർ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഇസ് അറ്റ് സ്റ്റേക്ക്. അവരുടെ ആ റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് ഈ സമയത്തിനുള്ളിൽ തീർക്കാവുന്ന ഒരു വിഷയവുമല്ല, എങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. നമുക്ക് ഒരു ദിവസം കൂടി ഇരിക്കാമെന്ന് തോന്നുന്നു. താങ്ക് യു ഡോക്ടർ. എനിവേ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്.